ഹായ് ഓൾ 2025 കീം എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രീ റിക്വസിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നമ്മുടെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കണം, അതിൽ നല്ല ബ്രൗസറും നല്ല ഇൻ്റർനെറ്റ് കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പ്രോസ്പെക്ടസ് അത് വായിച്ച് നോക്കാനാണ്. ഡൗൺലോഡ് ആൻഡ് റീഡ് ദ പ്രോസ്പെക്ടസ് ബിഫോർ അപ്ലൈയിങ് ഫോർ കീം എന്നാണ്. പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, അത് കണ്ടു നോക്കുക. ആൻഡ് അടുത്തതായിട്ട് വേണ്ടത് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും വർക്കിംഗ് ആയിട്ടുള്ളത് തന്നെ വേണം. ദെയർ ഓൺ മൊബൈൽ നമ്പർ ഓർ പാരൻസിൻ്റെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയിലേക്കും മെയിൽ റിസീവ് ആകുമെന്ന് ഉറപ്പ് വരുത്തുക. ഇൻബോക്സ് ഒക്കെ ഓൾറെഡി ഫുള്ളായി കിടക്കുന്ന, സ്റ്റോറേജ് ഒക്കെ ഫുള്ളായി കിടക്കുന്ന മെയിലും എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. കാരണം നമ്മൾ അതുപോലെ തന്നെയാണ് പാസ്വേഡും. അങ്ങനെ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തുള്ള പാസ്വേഡ് നിങ്ങൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ച് വെക്കാൻ, എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്ത് വെക്കാൻ മറന്നു പോകരുത്. ജെപെഗ് ഫോർമാറ്റിലുള്ള ഫോട്ടോയും സിഗ്നേച്ചറും നിങ്ങൾക്ക് വേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഡയമെൻഷൻസും അതുപോലെ തന്നെ സൈസും അവിടെ കൊടുത്തിട്ടുണ്ട്. 150-200 എന്ന ഡയമെൻഷനിലാണ് ഫോട്ടോ വേണ്ടത്. ലെസ് ദാൻ 100 KB ആയിരിക്കണം. സിഗ്നേച്ചർ വേണ്ടത് 150-100 എന്ന് പറയുന്ന സൈസിലാണ് സിഗ്നേച്ചർ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതും ലെസ് ദാൻ 100 KB ആയിരിക്കണം. ഓക്കെ. പിന്നെ PDF ഓഫ് സർട്ടിഫിക്കറ്റുകൾ നമ്മൾ റെഡിയാക്കി വെക്കണം. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10th സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ പ്രൂഫ് ഓഫ് നേറ്റിവിറ്റി നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് തന്നെ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പാസ്പോർട്ട് യൂസ് ചെയ്യാം. പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് വേണം. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അഗെയിൻ SSLC തന്നെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നോൺ ക്രീമി ലെയർ അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ EWS കാറ്റഗറിയിലുള്ള കുട്ടികൾ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ സ്പെഷ്യൽ റിസർവേഷൻ ക്ലെയിമുകളൊക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ വെക്കുക. ഇൻകം സർട്ടിഫിക്കറ്റ് ഫ്രം കൺസേൺ വില്ലേജ് ഓഫീസർ മേ ബി ഒബ്റ്റൈൻഡ് ആൻഡ് അപ്ലോഡഡ് ഇൻ ദി ആപ്ലിക്കേഷൻ പോർട്ടൽ ഫോർ കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡിംഗ് ജനറൽ കാറ്റഗറി. ഓക്കെ. By the candidates including general category. The income certificate will be considered for any fee concession based on annual income. ഓക്കെ. ലോവർ ഇൻകം ഗ്രൂപ്പിലൊക്കെ വരുന്ന ആളുകൾക്കൊക്കെ ഫീ കൺസെഷൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അപ്പോൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കീമിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് എല്ലാവരും എന്ത് ചെയ്യുക, ഇൻകം സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ മറന്നു പോകരുത്. കാൻഡിഡേറ്റ്സ് ആർ അലൗഡ് ടു അപ്ലോഡ് എബവ് സർട്ടിഫിക്കറ്റ്സ് ഈവൺ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഓൾ ദ സ്റ്റെപ്സ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ പ്രോസസ്. ബട്ട് ഓൺ ഓർ ബിഫോർ പെർട്ടിക്കുലർ ഡേറ്റ് നോട്ടിഫൈഡ് ഫോർ ദ പേർപ്പസ്. ഓക്കെ. സോ ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ March 10 ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. അത് കഴിഞ്ഞാലും 5 ദിവസം കൂടെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ സമയം തന്നിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുക. അതർ സർട്ടിഫിക്കറ്റ്സ്, സ്പെഷ്യൽ റിസർവേഷൻ പ്രോസ്പെക്ടസ് നോക്കിയാൽ കാണാം വേറെ ഏതെങ്കിലും മൈനോറിറ്റിയിലുള്ള ആളുകളാണോ അല്ലെങ്കിൽ NRI കാറ്റഗറിയിൽ വരുന്നതാണോ, അങ്ങനത്തെ റിസർവേഷനൊക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ സ്പെഷ്യൽ കാറ്റഗറി ഉള്ള ആളുകൾ മാത്രം സ്പെഷ്യൽ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫീ അടക്കാൻ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഒക്കെ ഉപയോഗിക്കാം. അതിൽ ഈ കാണുന്ന രൂപത്തിലായിരിക്കും നിങ്ങളുടെ ഫീസ് ഉണ്ടായിരിക്കുക. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതാണ്. എഞ്ചിനീയറിംഗ് ഓൺലി ഓർ BPharm ഓൺലി ആണെന്നുണ്ടെങ്കിൽ 875 റുപ്പീസാണ്. SCക്ക് കുറവാണ്, STക്ക് യാതൊരു വിധത്തിലുള്ള എന്തില്ല, ഫീസില്ല. പിന്നെ എഞ്ചിനീയറിംഗ് ആൻഡ് BPharm രണ്ടും എഴുതുന്ന ആളുകൾക്കുള്ള അതിൻ്റെ ഫീസ് ഉണ്ട്. ആർക്കിടെക്ചർ ഓർ മെഡിക്കൽ ആൻഡ് അലൈഡ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ 625 ആണ്. ANC കാറ്റഗറി എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1125 ആകും. ഇനി എല്ലാം കൂടെ എഴുതുന്നുണ്ടെങ്കിൽ, അതായത് എഞ്ചിനീയറിംഗും BPharmഉം ആർക്കിടെക്ചറും എഴുതാൻ മീൻസ് അപ്ലൈ ചെയ്യാണ്, കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യും, ഭാവിയിൽ അപ്ലൈ ചെയ്യുമെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ്, BPharm, ആർക്കിടെക്ചർ, മെഡിക്കൽ 4ലും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ടോട്ടൽ 1300 രൂപയാണ് നിങ്ങൾ അടക്കേണ്ടി വരിക. SC ആണെങ്കിൽ 525. ദുബായ് ഓർ ബഹ്റൈനിലെ എക്സാമിനേഷൻ സെൻറ്റർ ഓപ്റ്റ് ചെയ്തിട്ട് അവിടെ എക്സാമിനേഷൻ സെൻറ്റർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 15000 രൂപ പ്ലസ് ആപ്ലിക്കേഷൻ ഫീ. ഈ ഒരു ആപ്ലിക്കേഷൻ ഫീൻ്റെ കൂടെ 15,000 റുപ്പീസ് എക്സ്ട്രാ വരും ഫോർ ദുബായ് ആൻഡ് ബഹ്റൈൻ സെൻറ്റേഴ്സ് എന്നുള്ളതും കൂടെ ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇത് കഴിഞ്ഞാൽ 5 സ്റ്റെപ്പുകളാണ് മെയിൻലി ആപ്ലിക്കേഷനിലുള്ളത്. ഇത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം രജിസ്ട്രേഷൻ ആണ്. ഫസ്റ്റ് നമ്മളൊരു അക്കൗണ്ട് ക്രിയേഷൻ ഉണ്ടായിരിക്കും, അപ്പോഴാണ് പാസ്വേഡൊക്കെ സെറ്റ് ചെയ്യുക. പിന്നെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, ഫീസ് അടക്കുക, ഇമേജുകളും സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുക. നമ്മുടെ അക്നോളജ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിൻ്റ് എടുത്തിട്ട് വെക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് ഒറ്റയ്ക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കമൻറ്റിൽ ചോദിക്കുക. ഓൾറെഡി അപ്ലൈ ചെയ്ത സ്റ്റുഡൻസ് ഒക്കെ തന്നെ റിപ്ലൈ ചെയ്യാറുണ്ട്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് തന്നെ ഡിസ്കസ് ചെയ്തിട്ട് ഒരുപാട് ഡൗട്ടുകൾ എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും.